സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാः സ്വസ്തി സ്വസ്തി നസ്താക്ഷ്യോ അരിഷ്ടനേമിഃ സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. തൃതീയ മണ്ഡലം പ്രഥമഖണ്ഡം. ഓം ദ്വാസുപർണാ സയുജാ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാതേ തയോരന്യപിപ്പലം സ്വാദ്യത്യനശ്നന്യോ അഭിജാഗശീः സമാനേ വൃക്ഷേ പുരുഷോ നിമഗ്നോ അനീശയാ ശോചതി മുഹ്യമാനഃ ദുഷ്ടം യദാ പശ്യത്യന്യമീശം അസ്യ മഹിമാനമിതി വീതശോകഃ യദാ പശ്യതേ രുക്മവർണം കർത്താരമീശം പുരുഷം ബ്രഹ്മയോനിം തഥാ വിദ്വാൻ പുണ്യപാപേ വിധൂയ നിരഞ്ജനഃ പരമം സാമ്യമുപൈതി. പ്രാണോ ഹ്യേഷ യഃ സർവഭൂതൈർവിഭാതി വിജാനൻ വിദ്വാൻ ഭവതേനാദിവാദി. ആത്മക്രീഡ ആത്മരതി ക്രിയാവാൻ ഏഷ ബ്രഹ്മവിദാം വരിഷ്ഠഃ. പ്രാണോ ഹ്യേഷ യഃ സർവഭൂതൈർവിഭാതി വിജാനൻ വിദ്വാൻ ഭവതേനാദിവാദി. ആത്മക്രീഡ ആത്മരതി ക്രിയാവാൻ ഏഷ ബ്രഹ്മവിദാം വരിഷ്ഠഃ. പ്രാണഃ ഹി ഏഷ യഃ സർവഭൂതൈഃ വിഭാതി വിജാനൻ വിദ്വാൻ ഭവതേനാദിവാദി. ആത്മക്രീഡഃ ആത്മരതിഃ ക്രിയാവാൻ ഏഷ ബ്രഹ്മവിദാം വരിഷ്ഠഃ. പ്രാണോ ഹ്യേഷ സർവഭൂതൈർവിഭാതി. ഏഷ പ്രാണഃ. പ്രാണൻ എന്ന് പറയുന്ന ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിലാണ്. പ്രാണസ്യ പ്രാണഃ. വെറും ഈ വായു എന്നുള്ള അർത്ഥത്തിലല്ല. പ്രാണൻ്റെയും പ്രാണനായിരിക്കുന്ന ഈശ്വരനാണ് ആ ഏഷ ഇവൻ. ഈ പ്രാണൻ എല്ലാ പ്രാണന്മാർക്കും ചേതനത്വം കൊടുക്കുന്ന ആ ഈശ്വരൻ. യഹ് സർവഭൂതൈഃ വിഭാതി. ഈ പ്രാണൻ ഈ ഈശ്വരൻ സർവഭൂതൈഃ വിഭാതി. എല്ലാ ഭൂതങ്ങളിൽ കൂടെയും ഭാനം ചെയ്യുന്നു, പ്രകാശിക്കുന്നു. അപ്പം സർവഭൂതൈഃ വിഭാതി എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്, ഈശ്വരൻ്റെ ലക്ഷണമാണ്. എല്ലാ ഭൂതങ്ങളിലും പ്രകാശിക്കുന്നുണ്ട്. അപ്പം ഇന്ന ലക്ഷണം കൊണ്ട് അറിയപ്പെടുന്നവെന്ന് പറയുന്നതിന് തൃതീയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഭൂതൈഹി എന്ന് പറയുന്നത് എല്ലാ ഭൂതങ്ങളിലും പ്രകാശിക്കുന്ന ലക്ഷണം. എന്താണ് ഈശ്വരൻ്റെ ലക്ഷണം? എല്ലാ ഭൂതങ്ങളെയും വെളിപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുന്ന ചൈതന്യം യാതൊന്നാണോ അതാണ് ഈശ്വരൻ. സർവപ്രാണൻ്റെയും പ്രാണൻ. ആ പ്രാണനും പ്രാണത്വം കൊടുക്കുന്നത് ഈ ഈശ്വരനാണ്. ആ പ്രാണനാണ് സർവഭൂതൈഃ വിഭാതി. എല്ലാ ഭൂതങ്ങളെയും വെളിപ്പെടുത്തുന്നത്. വിജാനൻ വിദ്വാൻ ഭവതേനാദിവാദി. ഈ പ്രാണനാണ് എല്ലാ ഭൂതങ്ങളിൽ കൂടിയും വെളിവാകുന്നത് എന്ന് വരുമ്പോഴേ അദ്ദേഹം ഭവതേനാദിവാദി. അങ്ങനെ അറിയുന്ന ആൾ വിജാനൻ. അങ്ങനെ അറിയുന്ന മുനി. വിജാനൻ വിദ്വാൻ നാദിവാദി ഭവതി. ഭവതി എന്നാണ് അവിടെ പ്രയോഗം. നാദിവാദി ഭവതി. നാദിവാദി. ഇപ്പോൾ ഒന്നും പറയാനില്ല. എന്തോ പറയുന്നത്? ഇപ്പം ഒന്നിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. എവിടെ നോക്കുമ്പോഴും ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരാൾ അതിക്രമം ചെയ്യുന്നു, അതും ആ ഈശ്വരനാണ് വെളിപ്പെടുത്തുന്നത്. ആരെ ചെയ്യുന്നു അതും ആ ഈശ്വരനാണ്. ഇപ്പോൾ എന്താ പറയുന്നത്? അപ്പോൾ ഇതിനെ അതിക്രമിച്ചൊന്നും പറയാനില്ല. അദ്ദേഹം അതിവാദി അല്ലാതായിത്തീരുന്നു. ഇതിനെക്കുറിച്ച് അങ്ങനെ അധികപ്രസംഗം ചെയ്യുന്നില്ല. നമ്മൾ അതുതന്നെയാണ് അതിവാദി. അധികപ്രസംഗം ഒന്നും ചെയ്യുന്നില്ല. വിജാനൻ വിദ്വാൻ ഭവതേനാദിവാദി. അദ്ദേഹം അതിവാദിയാകുന്നില്ല, ഒന്നിനെയും അതിക്രമിച്ച് സംസാരിക്കുന്നില്ല. പിന്നെ എങ്ങനെയിരിക്കും? ആത്മക്രീഡ. ആത്മാവിൽ തന്നെ ക്രീഡിക്കുന്നവനായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സെപ്പോഴും ആത്മാവിൽ അങ്ങനെ ലയിച്ചിരിക്കും. ആത്മാവിൽ രസിച്ചുകൊണ്ടിരിക്കും, സന്തോഷിച്ചുകൊണ്ടിരിക്കും. ആത്മരതിഹി.
ഇപ്പം ക്രീഡ എന്ന് പറയുമ്പം ഒരു പരസഹായം വേണം. പിള്ളേരൊക്കെ കളിക്കുകയും കളിപ്പാട്ടമുണ്ട്, അപ്പോഴാണ് ക്രീഡിക്കുന്നതെന്ന് പറയുന്നത്. ആത്മരതി എന്നുള്ളതിന് സ്വയം മനസ്സ് രമിക്കുക, ആത്മരതി. ക്രിയാവാൻ ചിലപ്പോൾ ക്രിയ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുന്നവനായിരിക്കും, ആത്മരതിയായിട്ട് ആയിരിക്കും പ്രവൃത്തികൾ ചെയ്യുന്നത്. എനിക്കത് പറഞ്ഞിട്ട് അബദ്ധം പറ്റിയിട്ടുള്ളതാണ്, എങ്കിലും പഞ്ചദശയിലുള്ളൊരു ഉദാഹരണമാണ്. ഒരു ശ്ലോകം പറഞ്ഞത്, ഒരു പരവ്യസനിനി നാരി, വേറെ ഒരു ഗൃഹസ്ഥാശ്രമിയാണ്. ആ വീട്ടിലെ സകല കാര്യങ്ങളും ചെയ്യും, ഭർത്താവിനെ ശുശ്രൂഷിക്കും, മക്കളെ ശുശ്രൂഷിക്കും, എല്ലാം ചെയ്യും. പക്ഷെ പരവ്യസനിനിയാണ്, വേറൊരാളിൽ അവർക്ക് അനുരാഗമുണ്ട്. അപ്പോൾ ഇവർ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ മനസ്സതിലായിരിക്കും ഇരിക്കുന്നത്. ആളൊക്കെ വരും, ആളിനെ കാണുന്ന അത് തന്നെ മനസ്സ് രമിക്കും, അത് തന്നെ മനസ്സ് ചിന്തിച്ചുകൊണ്ടിരിക്കും. അതേപോലെ ഈ ജ്ഞാനി പ്രവൃത്തികളെല്ലാം ചെയ്യുമ്പോഴും അവരുടെ മനസ്സ് ആ ഈശ്വരനെ തന്നെ ഇരിക്കും. നമ്മൾ ഉദാഹരണം ചിലപ്പം ഇതുപോലെയാണോ അതെന്ന് ചോദിച്ചിട്ടുണ്ട് എന്നോട്. അതുകൊണ്ട് തന്നെ പഞ്ചദശിന്ന് ഞാൻ വായിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു ഉദാഹരണം കാണിക്കുക. അപ്പോൾ എന്ത് നമ്മൾ അതെ വ്യവഹാരത്തിലുള്ള അങ്ങനെയാണല്ലോ ഉദാഹരണം എന്ന് പറയുന്നത്, അതാണല്ലോ. അപ്പോൾ അതിസൂക്ഷ്മമായ ഒന്നിനെ നമുക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഒരു സ്ഥൂലമായ ഉദാഹരണം കാണിക്കും. ഇപ്പോൾ നമുക്കിടയിലൊക്കെ നമുക്ക് പരിചിതമായ ഒരു ഉദാഹരണമാണ്. നമ്മൾ വേറൊന്നിൽ താല്പര്യത്തോടുകൂടി ഇരിക്കുമ്പോൾ പല പ്രവൃത്തികൾ ചെയ്താലും നമുക്കതിലിരിക്കും. ഇപ്പോൾ നമുക്ക് ഒരിടത്ത് പോകണം, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് പോകുന്ന സമയം അകത്തേക്ക് നമുക്ക് പോകാൻ തയ്യാറാകണം എന്നുള്ള ബുദ്ധിയിലായിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ തീവ്രമായൊരു ബുദ്ധിയായിരിക്കും ഇവിടെ. അതുകൊണ്ടാണ് ആ ബുദ്ധി എടുത്ത് കാണിച്ചത്. ആത്മരതിയായിരിക്കും. ആത്മരതിയാണെങ്കിലും ക്രിയാവാനുമായിരിക്കും, പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കും. എന്നാലും ആത്മരതിയായി ആത്മകൃതനായിട്ടിരിക്കും. ഏഷ ബ്രഹ്മവിദാം വരിഷ്ഠ, ഇങ്ങനെയുള്ള ആൾ ബ്രഹ്മവിത്തുക്കളിൽ ശ്രേഷ്ഠനാകും. പ്രാണോ ഹ്യേഷ സർവഭൂതൈർവിഭാതി വിജാനൻ വിദ്വാൻ ഭവതേനാദിവാദി. ആത്മക്രീഡ ആത്മരതി ക്രിയാവാൻ ഏഷ ബ്രഹ്മവിദാം വരിഷ്ഠ. യോയം പ്രാണസ്യ പ്രാണഃ പര ഈശ്വരോ ഹ്യേഷ പ്രകൃത സർവഭൂതൈർഹി ബ്രഹ്മാദിസ്തംഭപര്യന്തൈഹി. അപ്പം ഈ പറഞ്ഞത് യഹ, ഇവിടെ യഹ എന്ന് പറഞ്ഞ ഏഷ സർവഭൂതൈർഹ, യഹ എന്നുള്ളതിനർത്ഥം പ്രാണസ്യ പ്രാണഃ, പ്രാണൻ്റെ പ്രാണനായിരിക്കുന്നു, പ്രാണന് അസ്തിത്വം കൊടുക്കുന്നു ആ പരമാത്മാവ്. പ്രാണഃ പര ഈശ്വരഃ, പരമേശ്വരനാണ്. ഏഷ പ്രകൃതഃ, ഏഷ പ്രകൃതഃ പര ഈശ്വരഃ. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈശ്വരനെ കുറിച്ച്, അക്ഷരനെ കുറിച്ചാണ്. ആ അക്ഷരനാണ് ഈ പ്രാണൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ പ്രാണൻ, ആ പരമേശ്വരൻ സർവഭൂതൈർഹി വിഭാതി, സർവഭൂതൈഹി ബ്രഹ്മാദിസ്തംഭപര്യന്തൈഹി, അതായത് സകല സൂക്ഷ്മവും സ്ഥൂലവുമായ സകല പദാർത്ഥങ്ങളുടെയും കൂടി പ്രകാശിക്കുന്നത് ഈ ഈശ്വരനാകുന്നു. ഇത്തംഭൂതലക്ഷണേ തൃതീയ, ഇത്തംഭൂതലക്ഷണം, ഈ ലക്ഷണമുള്ളവനാണ് എന്ന് പറയുമ്പോഴാണ് തൃതീയ ഉപയോഗിക്കുന്നത്. ഈ ലക്ഷണമുള്ളവൻ എന്ന് പറഞ്ഞാൽ ഏതാ? എല്ലാ ഭൂതങ്ങളിലും കൂടി ഈശ്വരൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ സർവ്വഭൂതങ്ങളിലും കൂടി, അല്ലെങ്കിൽ സർവ്വഭൂതങ്ങളിലും സത്തായി ചിത്തായി ആനന്ദമായി പ്രകാശിക്കുന്നത് യാതൊന്നാണോ അതാണ് ഈശ്വരൻ. ഒരു പഞ്ചദശി തന്നെ ഉണ്ടല്ലോ, 5 അവയവങ്ങളാണുള്ളത്: സത്ത്, ചിത്ത്, ആനന്ദം, നാമം, രൂപം. ഇതിലെ നാമരൂപങ്ങളിൽ കൂടി പ്രകാശിക്കുന്നത് സച്ചിദാനന്ദമാണ്. ഒരു വസ്തുവിനെ കണ്ട അതിൻ്റെ നാമം, അതിൻ്റെ രൂപം, അതിന് ഒരു അസ്തിത്വം ഉണ്ടല്ലോ, അതൊന്ന് വിളങ്ങുന്നു എന്നുണ്ടല്ലോ, അതൊന്ന് നമുക്കിഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ആ പരമേശ്വരൻ്റെ വകയാണ്. ഈ നാമരൂപം മാത്രമേ വസ്തുവിൻ്റെ വകയാണ്. അതുകൊണ്ടാണ് സ്തംഭപര്യന്തഹി, എല്ലാ വസ്തുക്കളിലും സത്തായി ചിത്തായി ആനന്ദമായിരിക്കുന്ന ആ ഈശ്വരൻ. സർവഭൂതൈഹി ബ്രഹ്മാദിസ്തംഭപര്യന്തൈഹി ഇത്തംഭൂതലക്ഷണ. അതുകൊണ്ടാണ് തൃതീയ ഇവിടെ വന്നിരിക്കുന്നത്, ഈ സർവഭൂതൈഹി എന്നുള്ളത്. സർവഭൂതസ്ഥ സർവാത്മാ സൻ ഇത്യർത്ഥ. സർവഭൂതസ്ഥ സർവാത്മാ, എല്ലാ ഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്ന സർവാത്മാവായ ഈശ്വരൻ, സർവാത്മാവാണ് ഈശ്വരൻ എന്ന് അർത്ഥം.
വിഭാതി വിവിധം ദീപ്യത. പല രീതിയിലാണല്ലോ നമ്മൾ പ്രപഞ്ചം പല രീതിയിലല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാണുന്നതെല്ലാം തന്നെ നാമം രൂപം മാത്രം കാണുന്ന വസ്തുക്കളുടെ അതിനെല്ലാം സ്ഥിതിയും തിളക്കവും കൊടുക്കുന്നത് ആ പരമാത്മാവാകുന്നു. ഏവം സർവഭൂതസ്ഥം യസ് സാക്ഷാദാത്മഭാവേന അയം അഹം അസ്മി ഇതി വിജാനൻ. അതെ, അതായത് നമ്മൾ എപ്പോഴും പറയുമ്പോൾ അത് എടുത്തെടുത്ത് പറയുന്നുണ്ടല്ലോ. ഏവം സർവഭൂതസ്ഥം യഹ, എല്ലാ ഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്ന സത്വചിത്ത ആനന്ദമെന്ന ലക്ഷണത്തോടുകൂടിയ ഈശ്വരൻ സാക്ഷാത് ആത്മഭാവേന, ഈ ഓരോ വസ്തുവിൻ്റെ ആത്മാവെന്ന് പറയുന്നത് അതിൻ്റെ നിലനിൽപ്പ് കൊടുക്കുന്നത് ഈ സത്വചിത്ത ആനന്ദം എന്നുള്ള പരമാത്മാവാണ്. അതിനെല്ലാം സത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ പരമാത്മാവ് അഹമസ്മി, അത് ഞാനാകുന്നു. എനിക്കും സത്ത തരുന്നത് ആ പരമാത്മാവാണ്. പ്രപഞ്ചത്തിനെല്ലാം സത്ത കൊടുക്കുന്ന ആ പരമാത്മാവാണ്. അത് ഞാൻ തന്നെയാകുന്നു എന്ന് വിജാനൻ, അറിയുന്നവൻ, വിദ്വാൻ, വാക്യാർത്ഥജ്ഞാനമാത്രേണ ഭവതി. അദ്ദേഹമാണ് വാക്യാർത്ഥജ്ഞാനമാത്രേണ. വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലായി. അർത്ഥം എന്താണ്? ഇത് ഞാനാണെന്നുള്ളതാണ് പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം. ഇപ്പം ഈ സർവ്വപ്രപഞ്ചത്തെയും പ്രകാശിപ്പിക്കുന്നത് ഈശ്വരനാണ്. നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഒരു അംശമല്ല. നമുക്ക് സത്ത തരുന്ന ഈശ്വരൻ തന്നെയാണ്. അതുകൊണ്ട് അത് ഞാൻ, ആ ബ്രഹ്മസ്വരൂപം ഞാൻ തന്നെയാകുന്നു എന്ന് ആരാണോ അറിയുന്നത്, അപരോക്ഷമായി അറിയുന്നത്, അവരാണ് വിദ്വാൻ. വാക്യാർത്ഥജ്ഞാനമാത്രേണ ഭവതി എന്ന ഭവതീത്യേതൽ കിം അതിവാദി. അങ്ങനെയുള്ളവർ ഈ ആത്മജ്ഞാനിയായിട്ട് ഭവിക്കുന്നു. പിന്നെ എന്തായിട്ട് ഭവിക്കുന്നില്ല? അത് കിം അതിവാദിയാകുന്നില്ല. എന്താണ് ആകാത്തതെന്ന് ചോദിച്ചാൽ അതിവാദിയാകുന്നു. അതീത്യ സർവാനന്യാൻ ബാധിതും ശീലമസ്യ ഇത്യതിവാദി. അതിവാദി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും കടന്ന് സംസാരിക്കുന്നു. എല്ലാത്തിൻ്റെയും മുകളിലായിട്ട് അതിനെയൊക്കെ ശരിയല്ല എന്ന് സ്ഥാപിച്ചിട്ട് സംസാരിക്കുന്നവരുണ്ടല്ലോ. ആര് പറഞ്ഞാലും അത് സത്യമല്ല, ഇതാണ് അല്ല, അതൊന്നും ശരിയല്ല, ഇതാണ് ശരി എന്ന് പറഞ്ഞാൽ അതാണ് അതിവാദി. അതിന് ശരിയായ മലയാള വിവർത്തനമാണ് അത് അധികപ്രസംഗം. അധികപ്രസംഗിയാകുന്നില്ല. വലുതും ശീലമസ്യ ഇത്യതിവാദി. അപ്പം ആരാണോ സർവഭൂതങ്ങളിലും തന്നിലും തൻ്റെ ദൃശ്യമായി നമ്മൾ കാണുന്നു ഈ സകല ഭൂതങ്ങളിലും ആത്മാവായിരിക്കുന്ന ചൈതന്യം, ഇതിനെല്ലാം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചൈതന്യം യാതൊന്നാണോ അത് ഞാൻ തന്നെയാകുന്നു, അത് പരമാത്മാവാകുന്നു എന്ന് സംശയലേശമില്ലാതെ അപരോക്ഷമായി ആരറിയുന്നു, അവനാണ് വിദ്വാൻ. ആ വിദ്വാൻ ഒരിക്കലും അതിവാദിയാകുന്നില്ല. യസ്ത്വേവം സാക്ഷാദാത്മാനം പ്രാണസ്യ പ്രാണം വിദ്വാൻ അതിവാദി സ ന ഭവതി ഇത്യർത്ഥം. സർവം യദാത്മൈവ ന അന്യദസ്തി ഇതി ദൃഷ്ടം തഥാ കിം ഹസാവാദി ഇത്യവതേത്. ഇപ്പം സർവം യദ് ആത്മൈവ ന അന്യത് അസ്തീതി. ഇപ്പം ഇതെല്ലാം സർവം യത് എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം ആത്മാവേവ, അത് ആത്മാവ് തന്നെയാണ്. ആത്മാവ് തന്നെയാണ്, ഞാൻ തന്നെയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഇതെന്നല്ല ആത്മാവിനെ മനസ്സിലാക്കണം. ആ ആത്മസ്വരൂപം തന്നെയാണ്, പരമാത്മാവാണ്. മാന്യത മറ്റൊന്നുമല്ല എന്നറിയുന്ന ആളുകൾ തഥാ കിം ഹസാവ് അതീത്യവത്. പിന്നെ എന്തിനാണ് അതിക്രമിച്ച് പറയുന്നത്? എന്തിനാണ്? എല്ലാം ഇത് തന്നെയാണെങ്കിൽ എന്തിനാണ് അതിക്രമിക്കേണ്ടത്? ഒന്നും അതിക്രമിക്കാനില്ല. ഭവതീത്യർത്ഥ. സർവം യദാത്മൈവ ന അന്യദസ്തി ഇതി ദൃഷ്ടം തഥാ കിം ഹസാവ് അതീത്യവതേത്. യസ്യ തു അപരമന്യത് ദൃഷ്ടമസ്തി സ തദതീത്യവദതി. ആരാണോ അന്യതിനെ കാണുന്നത്, മറ്റുള്ളതിനെ കാണുന്നത്, ആത്മാവല്ലാതെ അനാത്മാക്കളെ കാണുന്നത് ആരാണോ അവരാണ് അതിവദിക്കുന്നത്. അതെ, യസ്യ ത്വപര അന്യത് ദൃഷ്ടമസ്തി സ തത് അതീത്യ വദതി. അയം തു വിദ്വാൻ ആത്മനോ അന്യെന്ന പശ്യതി. ഈ വിദ്വാനാകട്ടെ, ഇങ്ങനെ മനസ്സിലാക്കിയ, ഇങ്ങനെ ശരിയായി അറിഞ്ഞ വിദ്വാനാകട്ടെ, ആത്മഹ അന്യത് എന്ന പശ്യതി. ആത്മനഹ അന്യത് എന്ന പശ്യതി. ആത്മാവിൽ നിന്നും ഭിന്നമായി ഒന്നിനെയും അറിയുന്നില്ല. ന അന്യത് ശൃണോതി ന അന്യത് വിജാനാതി അതഹ ന അതിവദതി. അന്യത് ശൃണോതി അന്യത് വിജാനാതി
അത് ഇതിലെയാ എന്നാ അന്യത് ശൃണോതി ന അന്യത് ജാനാതി അതഹ നാദി. വേറൊന്നും അറിയുന്നില്ല, ഒന്നിനെ അറിയാനില്ല, ഇത് മാത്രമേ ഉള്ളൂ. എങ്കിൽ പിന്നെ എന്തിനെയാണ് അതിവദിക്കേണ്ടത്? ഒന്നിനെയും അതിവദിക്കാനില്ല, അതിക്രമിച്ച് സംസാരിക്കാനില്ല. കിംച പിന്നെ അദ്ദേഹം ഒന്നും അറിയാതെ അല്ലെങ്കിൽ ഒന്നും സംസാരിക്കാതെ മറ്റൊന്നിനെ പറ്റിയും ചിന്തിക്കാതെ ഒക്കെ വെറുതെ ഇരിക്കുവാണോ? അതുമല്ല. പിന്നെന്താണ്? ആത്മക്രീഡ ആത്മനി ഏവ ച ക്രീഡ ക്രീഡനം യസ്യ അന്യത്ര പുത്രധാരാദിഷു സ ആത്മക്രീഡ. അപ്പോൾ സാധാരണ മനുഷ്യൻ സന്തോഷിക്കുന്നത് പുത്രധാരാദിഷു, പുത്രന്മാർ, നമ്മുടെ പുത്രന്മാർ, ബന്ധുക്കൾ, ഭാര്യ, വസ്തുക്കൾ, സ്വത്തുക്കൾ, ഇങ്ങനെയൊക്കെയുള്ളതിനാണ് നമ്മുടെ മനസ്സെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവർ അങ്ങനെ ചിന്തിക്കുന്നില്ല. അദ്ദേഹം തന്നെ നിന്ന് പിന്നുമായൊന്നിനെയും കാണുന്നില്ല, അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം ആത്മനേവ ക്രീഡ, ആത്മാവിലാണ് സന്തോഷിക്കുന്നത്, മറ്റൊന്നിലും സന്തോഷിക്കുന്നില്ല. തഥാ ആത്മരതി ആത്മനിയേവ ചരതി രമണം പ്രീതി യസ്യ സ ആത്മരതി. അപ്പോൾ യാതിലാണോ പ്രീതി? അപ്പോൾ അദ്ദേഹത്തിന് പ്രീതി അപ്പോൾ നമുക്കിപ്പോൾ ഓരോന്നിലാണോ പ്രീതി? ഓരോ വിഷയത്തിലായിരിക്കും, അത് കാണുമ്പോഴാണ് നമുക്ക് സന്തോഷം. ഇപ്പോൾ ഒരു പൂജ, നല്ല സന്തോഷം. ഒരു നല്ല കീർത്തനം കിട്ടും, നമുക്കൊരു സന്തോഷം. അല്ലെങ്കിൽ നല്ല പാട്ട് കേട്ട് സന്തോഷം. ഇത് അതിലൊന്നുമല്ല സന്തോഷം. അതിനെല്ലാം അധിഷ്ഠാനമായിരിക്കുന്ന ആ ചൈതന്യത്തിലാണ് സന്തോഷിക്കുന്നത്. പ്രീതി യസ്യത ആത്മരതി. തഥാ ആത്മരതി ആത്മനിയേവ ചരതി രമണം പ്രീതി യസ്യ സ ആത്മരതി. ആർക്കാണോ ആത്മാവിൽ തന്നെ പ്രീതിയുള്ളത്, അതിൽ തന്നെ രമിക്കുന്നത്, അതാണ് ആത്മരതി. ഈ ക്രീഡയും രതിയും തമ്മിൽ എന്താണ് വ്യത്യാസം? ക്രീഡ ബാഹ്യസാധന സാപേക്ഷ. ക്രീഡിക്കുക എന്ന് പറയുമ്പോൾ വേറൊരു സാധനം കൂടെ വേണം. ഇപ്പം പന്ത് കളിക്കുന്നു, പന്ത് വേണം. അതുപോലെ ക്രീഡിക്കുമ്പോൾ അതിന് ഒരു ബാഹ്യസാധനം വേണം. രതിസ്തു സാധന നിരപേക്ഷ. രതി എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു വികാരമാണ്, അത് മനസ്സിൻ്റെ ഒരു പ്രവൃത്തിയാണ്. അതിന് വേറൊന്നും വേണ്ട. സാധന നിരപേക്ഷ ബാഹ്യവിഷയ പ്രീതി മാത്രം ഇത് വിശേഷം. ബാഹ്യവിഷയ പ്രീതി മാത്രം ഇത് വിശേഷം. തഥാ ക്രീഡാവാൻ. അപ്പം ഇങ്ങനെ ക്രിയാവാൻ, ഈ ആത്മക്രീഡ, ആത്മരതി, ക്രിയാവാൻ. ക്രിയാവാൻ എന്താണ്? ജ്ഞാന ധ്യാന വൈരാഗ്യാദി ക്രിയാവാൻ. ജ്ഞാന ധ്യാന വൈരാഗ്യാദി ക്രിയായസ്യ സ്വയം ക്രിയാവാൻ. അപ്പോൾ ആത്മരതി, ആത്മക്രീഡ, ക്രിയാവാൻ. അപ്പോൾ അദ്ദേഹം എന്താണ് പ്രവൃത്തി ചെയ്യുന്നത്? ജ്ഞാന ധ്യാന വൈരാഗ്യാദി. ജ്ഞാന വിഷയങ്ങൾ വായിക്കുകയോ പറയുകയോ അല്ലെ ചിന്തിക്കുകയോ, അതിനെ ചിന്തിച്ച് ആത്മരതി ഉണ്ടാകും, രതിയോടുകൂടി ചിന്തിക്കുക. അല്ലെങ്കിൽ ധ്യാനം, വൈരാഗ്യം, വായിക്കുക, ആത്മവിഷയങ്ങൾ പറയുകയോ വായിക്കുകയോ പഠിക്കുകയോ ധ്യാനിക്കുകയോ ആ വിഷയത്തിൽ തന്നെ ഇരിക്കുക. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെയാണ്. ആ വിഷയത്തിൽ തന്നെ നമ്മുടെ മനസ്സ് നിൽക്കത്തക്ക വിധം പ്രവർത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ക്രിയ. യസ്യ സ്വയം ക്രിയാവാൻ. സമാസപാഠ ആത്മരെതിരേവ ക്രിയ അസ്യ വിദ്യതേ ഇതി ബഹുവ്രീഹി അർത്ഥയോ അന്യതരോ അതിരിക്ഷ്യതേ. ഇപ്പോൾ രണ്ടർത്ഥം എടുക്കാമല്ലോ. ആത്മരതി ക്രിയാവാനെന്നും എടുക്കാം, ആത്മരതി എന്നും ക്രിയാവാനെന്നും രണ്ടായിട്ടും എടുക്കാം. ആത്മരതി ക്രിയാവാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ക്രിയ എന്താണ്? ആത്മരതി, ആത്മാവിൽ തന്നെ രമിച്ചങ്ങനെ ഇരിക്കുക എന്നുള്ളത് ക്രിയ. അല്ലെങ്കിൽ ആത്മരതിയും ക്രിയാവാൻ, അതിന് അനുകൂലമായ സംഗതികൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അതും അങ്ങനെ ഒറ്റ വാക്കായിട്ടും എടുക്കാം, രണ്ടായിട്ടും എടുക്കാം. ആത്മരതി ക്രിയാവാൻ. കേചിത് അഗ്നിഹോത്രാദി കർമ്മ ബ്രഹ്മവിദ്യയോ സമുച്ചയാർത്ഥമിച്ഛന്തി. അപ്പം ചിലർ പറയുന്നത് എന്താണ്? അഗ്നിഹോത്രാദി കർമ്മ ബ്രഹ്മവിദ്യയോ, ഈ കർമ്മ വിദ്യയും ബ്രഹ്മവിദ്യയും ചേർത്ത് പറയുന്നതാണ്.
ആത്മരതിയായിരിക്കണം, ക്രിയാവാനുമായിരിക്കണം. ആത്മരതിയോടുകൂടി കൃത ചെയ്യുക. ആത്മരതി എന്ന് പറഞ്ഞാൽ ബ്രഹ്മവിദ്യ, ക്രിയ എന്ന് പറയുന്നത് അഗ്നിഹോത്രാദി കർമ്മങ്ങൾ. അപ്പോൾ രണ്ടും കൂടെ ചെയ്യണം എന്നാണ് ഈ പ്രയോഗത്തിന് അർത്ഥം എന്ന് ചിലർ സമുച്ചയിച്ച് പറയുന്നുണ്ട്. അത് തച്ചൈഷ ബ്രഹ്മവിദാം വരിഷ്ഠ ഇത്യനേന മുഖ്യാർത്ഥവചനേന വിരുദ്ധ്യത. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ഏഷ ബ്രഹ്മവിദാം വരിഷ്ഠ. ആത്മരതി ക്രിയാവാനായിട്ടിരിക്കുന്നവനാണ് ബ്രഹ്മവിദാം വരിഷ്ഠ, ബ്രഹ്മവിത്തുക്കളിൽ ഏറ്റവും ശ്രേഷ്ഠൻ. അപ്പം ബ്രഹ്മവിത്തുക്കളിൽ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന ആൾ ഈ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്യാൻ ഒരുങ്ങുന്നില്ല. അവർ ആത്മരതിയായിട്ട് അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ചേരുന്നില്ല. ആത്മവിദാം വരിഷ്ഠ എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ സമുച്ചയിക്കാൻ സാധ്യമല്ല, അത് ശരിയല്ല. തച്ചൈഷ ബ്രഹ്മവിദാം വരിഷ്ഠ ഇത്യനേന മുഖ്യാർത്ഥവചനേന വിരുദ്ധ്യത. നഹി ബാഹ്യക്രിയാവാൻ ആത്മക്രീഡ ആത്മരതിസ്ഥ ഭവിതും ശക്ത. ഇവിടെയും അദ്ദേഹം ആചാര്യസ്വാമികൾ എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണിത്. നഹി ബാഹ്യക്രിയാവാൻ അനേക ക്രിയകൾ, യജ്ഞാദി കർമ്മങ്ങളോ എന്താണ് അവരുടെ കർമ്മങ്ങളൊക്കെ ചെയ്യുകയും ആത്മരതിഷ്ഠ അയാൾ ആത്മക്രീഡനും ആത്മരതിയുമായിരിക്കുക എന്നും പറയുന്നത് ഭവിതും ശക്ത. അങ്ങനെ ഭവിക്കത്തില്ല ഒരിക്കലും. കാരണം ആത്മരതിയോടുകൂടി ഇരിക്കുന്ന ഒരാൾ കർമ്മങ്ങളിൽ പോകുന്നില്ല, അഥവാ കർമ്മങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് ആത്മരതി ഉണ്ടാകുന്നു. രണ്ടും കൂടെ ഒരിക്കലും സംശയിക്കാൻ പാടില്ല, രണ്ടും കൂടെ ഉണ്ടാകത്തുമില്ല. കശ്ചിത ബാഹ്യക്രിയ വിനിവൃത്തോ ആത്മക്രീഡോ ഭവതി ബാഹ്യക്രിയ ആത്മക്രീഡയോ വിരോധാത്. അതുപോലെ കശ്ചിത് ബാഹ്യക്രിയ വിനിവൃത്ത, ബാഹ്യക്രിയയിൽ നിന്നും പിന്തിരിഞ്ഞു. ആത്മക്രീഡ ഭവതി, എല്ലാ ബാഹ്യ വിഷയങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ ഒരാൾക്കാണ് ആത്മക്രീഡയും ആത്മരതിയും ഒക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ഒരാൾ ഭവതി ബാഹ്യക്രിയ ആത്മക്രീഡയോ വിരോധ. ഈ ബാഹ്യക്രിയകളിൽ നിന്ന്, അതായത് ഈ യജ്ഞങ്ങളൊക്കെ ചെയ്യാനും ഇവർക്ക് ഏതാണ്ട് പഞ്ചയജ്ഞങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അനേക യജ്ഞങ്ങൾ ചെയ്യുന്ന ഒരാൾ എപ്പോഴും അയാളുടെ ബഹിർമുഖനായിരിക്കും. എങ്കിലല്ലേ ഇതെല്ലാം ശേഖരിച്ചു കൊണ്ടുവരിക, അഗ്നി കത്തിക്കുക, അതിലിട്ട് മന്ത്രമൊക്കെ ചൊല്ലി ചെയ്യുക. ഇതൊക്കെ എപ്പോഴും ആ ബാഹ്യ ബുദ്ധിയോടുകൂടി ഇരുന്നല്ലേ പറ്റുള്ളൂ. അങ്ങനെ ബാഹ്യക്രിയാവാനായിരിക്കുന്ന ഒരുവന് ഇങ്ങനെ ആത്മരതിയാകാൻ സാധ്യമല്ല. ബാഹ്യക്രിയ വിനിവൃത്ത, ബാഹ്യക്രിയകളിൽ നിന്നും പിന്തിരിഞ്ഞ ഒരാൾക്ക് മാത്രമേ ആത്മക്രീഡ ഭവതി, ആത്മക്രീഡയോടിരിക്കാൻ സാധിക്കുള്ളൂ. ആത്മക്രീഡ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾ ബാഹ്യപ്രവൃത്തികൾ ഉപേക്ഷിച്ചവനായിരിക്കും, അതിൽ വൈരാഗ്യം വന്നവനായിരിക്കും, വിനിവൃത്ത അതിൽ നിന്ന് പിന്തിരിഞ്ഞവനായിരിക്കും. ആത്മക്രീഡ ഭവതി ബാഹ്യക്രിയ ആത്മക്രീഡയോ വിരോധാത്. അതിനോട് ഒരുമിച്ചുണ്ടാകത്തില്ല. ബാഹ്യ വിഷയങ്ങളിൽ രമിച്ചിരിക്കുകയും ആത്മക്രീഡ ഉണ്ടാവുകയും രണ്ടും കൂടെ ഒരുമിച്ചിരിക്കത്തില്ല, ഒന്നേ സംഭവിക്കുള്ളൂ. കാരണം ഒന്നിൽ നിന്നും പിന്തിരിഞ്ഞെങ്കിലേ മറ്റേത് സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞെങ്കിലേ മറ്റേത് സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് രണ്ടും കൂടെ ഒരിക്കലും ഒരുമിച്ചിരിക്കുകയില്ല. അതുകൊണ്ട് ബാഹ്യക്രിയാവാൻ ആയിരിക്കുന്ന ആൾ ആത്മക്രീഡയായിരിക്കുകയില്ല. അതുകൊണ്ട് ഇങ്ങനെ ആത്മരതി ക്രിയാവാൻ എന്ന് പറഞ്ഞതിന് ആ അർത്ഥം എടുക്കാൻ സാധ്യമല്ല. ആത്മരതിയാണ് അയാളുടെ ക്രിയ, അങ്ങനെ എടുക്കണം. ആത്മരതിയും ക്രിയാവാനും ആയിരിക്കത്തില്ല, ആത്മരതി ആയിരിക്കണം അയാളുടെ ക്രിയ. ബാഹ്യക്രിയ ആത്മക്രീഡയോ വിരോധാത് നഹി തമപ്രകാശയോ യുഗപത് ഏകത്ര സ്ഥിതി സംഭവതി. തമപ്രകാശയോ, തമസിൻ്റെയും ഇരുട്ടും വെളുത്തും ഒരിക്കലും ഒരുമിച്ചിരിക്കുന്നുണ്ട്. ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചമില്ല, വെളിച്ചമില്ലാത്തപ്പോഴാണ് ഇരുട്ടെന്ന് നമ്മൾ പറയുന്നത്. അപ്പം വെളിച്ചം ഉള്ളപ്പം ഇരുട്ടില്ല, അപ്പം അത് രണ്ടും കൂടെ ഒരുമിച്ചിരിക്കുന്നില്ല. തസ്മാത് അസൽ പ്രലപിതം ഏവ ഏതത് അനേന ജ്ഞാനകർമ്മ സമുച്ചയ പ്രതിപാദനം. ജ്ഞാനവും കർമ്മവും സമുച്ചയിക്കുന്നു എന്ന് പറയുന്നത് അസൽ പ്രലപനമാണ്, ശരിയല്ലാത്തൊരു പറച്ചിലാണ്. അത് ഒട്ടും ശരിയല്ല. പിന്നെ ഈ ഉപനിഷത്ത് തന്നെ ധാരാളം കാണാനുണ്ട്. അന്യാവാചോ വിമുഞ്ചത, ഇതിൽ തന്നെ പറഞ്ഞു, ഉണ്ടത് തന്നെ പറഞ്ഞു.
അപ്പം ഇങ്ങനെ ഇരിക്കണം. അന്യാവാചോ വിമഞ്ജദാസ അമൃതസ്യ വിശ്വസേതു നേരത്തെ പറഞ്ഞത്. ഇപ്പം സന്യാസയോഗാത് എന്നിനി മുണ്ടകത്തിൽ തന്നെയുണ്ട്, നേരത്തെ പറഞ്ഞത്. ഇത്യാദി ശ്രുതിഭ്യശ്ച തസ്മാത് അയം ഏവ ഇഹ ക്രിയാവാൻ യഹ ജ്ഞാന ധ്യാനാദി ക്രിയാവാൻ അസംഭിന്ന ആര്യമര്യാദ സന്യാസി. സന്യാസിയായിട്ട്, സന്യാസി എന്ന് പറഞ്ഞാൽ നമ്മൾ കാവ്യ ഉടുക്കുക എന്നുള്ളത് പിന്നൊരു കാര്യം പറയായിരുന്നു. ഈ കാവ്യം എന്ന് പറയുന്ന ഒരു യൂണിഫോം. അപ്പം ഞാൻ ഇന്നതിനാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഇപ്പം പക്ഷെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് ഭിക്ഷാടനത്തിനാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഇത് അതുകൊണ്ട് അവരുടെ ക്രിയ എന്താണെന്ന് ചോദിച്ചാൽ ജ്ഞാനധ്യാനം. ഈ ജ്ഞാനത്തിലും ധ്യാനത്തിലും തന്നെ ഇരിക്കുന്ന ഒരാളിന് വിശക്കുമ്പം അവർക്ക് അധികാരിതയുണ്ട്. ഇങ്ങനെ അധികാരികളുണ്ട് ഭിക്ഷയ്ക്ക്. ഭിക്ഷയ്ക്ക് ഒരാളോട് ഭിക്ഷ ചോദിക്കും, അതിന് കുഴപ്പമില്ല, അത് വിധിച്ചിട്ടുള്ളത്. ഈ ഒരുപാട് വിശന്നു പോയി ആരുടെ ഒരു ജീവചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു വഴി പണ്ട് നടന്നാണല്ലോ ഇപ്പോൾ പോകും. അങ്ങനെ പോയി അങ്ങ് വിശന്നിട്ട് ഒരു നിവൃത്തിയില്ല. ഒരു കാ പോലും പറിച്ച് തിന്നാനില്ലാത്ത ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു. അവിടെ അങ്ങ് ഇരുന്നു. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പം ഒരു വീട്ടിൽ, ഏതോ ഒരു ഗൃഹസ്ഥൻ്റെ വീട്ടിൽ പിറന്നാളോ അങ്ങനെ നല്ലൊരു വലിയ സദ്യ ഉണ്ടാക്കി. ഈ സദ്യയുടെ സാധനം എല്ലാം വേറൊരാൾ കൊടുക്കാനായിട്ട് കൊണ്ടുപോയി. അപ്പം വഴിക്ക് ഇദ്ദേഹം ഇരിക്കുന്ന കണ്ടപ്പം അങ്ങേക്കും തരാൻ ചായലെന്ന് പറയുന്നത് എൻ്റെ എല്ലാം പങ്ക് കൊടുത്തേച്ച് പോകുന്നു. അല്ല അവർക്കങ്ങനെ അത് തന്നെ. ജ്ഞാനധ്യാനാദി ക്രിയാവാൻ സമ്ഭിന്ന ആര്യമര്യാദ സന്യാസി. ആര്യമര്യാദക്ക് ഭംഗം ഉണ്ടാക്കുന്നില്ല എന്നാണ്. അതിനെ ഭംഗം ചെയ്യുന്നില്ല. ആര്യമര്യാദ എന്ന് പറയുന്നത് ജ്ഞാനിയാണെങ്കിൽ അവർക്ക് ഇതൊക്കെയാണ്, അവർക്ക് അങ്ങനെ ആണെങ്കിലേ ജ്ഞാനിയാകും. ഏവൻ ലക്ഷണോ നാദിവാദ്യ ആത്മക്രീഡ ആത്മരതി ക്രിയാവാൻ ബ്രഹ്മനിഷ്ഠ സ ബ്രഹ്മവിദാം സർവേഷാം വരിഷ്ഠ പ്രധാന. അദ്ദേഹമാണ് സർവ ബ്രഹ്മനിഷ്ഠന്മാരിലും ഏറ്റവും ശ്രേഷ്ഠൻ. അതായത് എല്ലാ ബാഹ്യ ക്രിയകളും ഉപേക്ഷിച്ച് ആത്മരതി തന്നെ ക്രിയയായിട്ടെടുത്ത് അങ്ങനെ ആത്മരതിയായിട്ടിരിക്കുന്ന ആളാണ്. പിന്നെ അവർക്ക് എന്താണ് അവരുടെ ഈ ശരീര നിലനിൽപ്പിനെന്നുള്ളത് അവരുടെ പ്രാരബ്ധം അനുസരിച്ച് ഒന്ന് തന്നെത്താനത്തെ എന്തെങ്കിലും ചിലപ്പോൾ ഭിക്ഷ എടുത്തായിരിക്കും, ചിലപ്പോൾ ഇങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്നതായിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും ആഹാരം ശരീരം നിലനിൽക്കാനുള്ള കിട്ടും അവർക്ക്. ഈ നമ്മൾ ബ്രഹ്മവിത്തുകളെ വൈരാഗ്യം അനുസരിച്ച് നമ്മൾ 4 പറയാറുണ്ട്. ബ്രഹ്മവിത്ത് അപ്പം അവർ ആത്മക്രീഡയും ആത്മരതി അനുഭവിക്കുന്നവരല്ലേ ശരിക്കും? ഇപ്പൊ ബ്രഹ്മവരിഷ്ഠന്റെ ഒരു ലക്ഷണമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സ്വാമികൾ പറഞ്ഞിരിക്കുന്ന അവര് മറ്റൊന്നിലേക്കും പോകുന്നില്ല. അല്ല, അപ്പം ഈ വൈരാഗ്യത്തിന്റെ തോന്നൽ എന്ന് പറയുമ്പോൾ വൈരാഗ്യം നമ്മള് പ്രകാശം കേട്ടിട്ടുള്ളത്. പക്ഷെ ആ ഒരു ഇപ്പം ബ്രഹ്മവരിഷ്ഠൻ മാത്രമേ ബ്രഹ്മരതിയിൽ തന്നെ ഇരിക്കുന്നുള്ളൂ. അല്ല, ബ്രഹ്മരതി അനുഭവിക്കുന്നൊന്നല്ല, അത് തന്നെ ഇരിക്കുന്നുള്ളൂ. അത് ക്രിയയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ ആത്മരതിയായിട്ട് അങ്ങനെ ഇരിക്കുക. അവരാണ് ബ്രഹ്മ വരിഷ്ഠന്മാരും വരീയന്മാരും എന്നൊക്കെ പറയുന്നത്. ബ്രഹ്മവരിഷ്ഠൻ എന്ന് പറഞ്ഞാൽ അവർക്ക് യാതൊരു ബാഹ്യബോധവുമില്ല. അവരങ്ങനെ ഇരിക്കും. ശരീരം പതിക്കണമെങ്കിൽ ഒരു സമയമുണ്ട്, അന്നേരെ പതിക്കുകയുള്ളൂ. അപ്പോൾ ശരീരം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പം പ്രാരബ്ധം ബാക്കിയുണ്ട്. പക്ഷേ അവർക്ക് ഈ വൈരാഗ്യത്തിൻ്റെ ആ ഒരു വൈരാഗ്യം കൊണ്ട് അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ ബ്രഹ്മവിത്ത് വരിയാൻ. പക്ഷേ ദൃഷ്ടദുഃഖം നശിച്ച് ദൃഷ്ടദുഃഖം ഉണ്ടായിരിക്കും, പക്ഷേ ജ്ഞാനനിഷ്ഠ ഉണ്ടായിരിക്കും. ബ്രഹ്മവിത്താണെങ്കിൽ അവർക്ക് ബ്രഹ്മസ്വരൂപത്തെ അറിയുന്നുണ്ടെങ്കിലും ഈ പ്രാരബ്ധം കൊണ്ട് അവർക്ക് ദുഃഖം വരും, ദൃഷ്ടദുഃഖം, അല്ലാതെ ശരിയായ ദുഃഖമല്ല.
നമുക്ക് കാണുന്നവർക്ക് കാണാൻ ഭയങ്കര ദുഃഖമാണ്. ശ്രീരാമൻ കരഞ്ഞുകൊണ്ട് പോയിട്ട് എന്ത് കരഞ്ഞുകൊണ്ടല്ലേ പോയെന്ന് നമുക്ക് തോന്നുന്നു. അദ്ദേഹം എന്ന് പറഞ്ഞ പോലെ ദുഷ്ടദുഃഖം ശരി ഉദാഹരണം തന്നെ പറഞ്ഞിരിക്കുന്ന ഇവരെയൊക്കെ നള രാമയുധിഷ്ഠിര. വിജയനായിരിക്കുമ്പോഴും ഈ വ്യവഹാരത്തിൽ ഉണർന്നിരിക്കുമ്പോഴല്ലേ ഭക്ഷണം കഴിക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരും വായിലിട്ട് കൊടുത്താൽ അത് ചവയ്ക്കണമെന്നോ ഇറക്കണമെന്നോ ഒക്കെ തോന്നുക. അത്രയേ ഉള്ളൂ. അത് പക്ഷെങ്കിൽ ഇപ്പം ബ്രഹ്മവിദ്വാരൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ പിൻവലിഞ്ഞവനായിരിക്കും. ബ്രഹ്മവിദ് വരിയാൻ എന്ന് പറയുമ്പം വളരെ പിൻവലിഞ്ഞിരിക്കും. വല്ലവരും ചെന്ന് ഉണർത്തിയിലും ഉണ്ട്. അന്നേരം കുലുക്കി ഉണർത്തി ഇപ്പം അയ്യമ്മയ്ക്ക് കൊടുത്തെന്ന് പറഞ്ഞാലോ കൊണ്ട് വായിലോട്ട് വെച്ച് കൊടുത്താൽ ഇറക്കും കുറച്ചൊക്കെ. ഈ ശരീരം ആഹാരം കിട്ടാതെ തളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അങ്ങനെ വിടത്തില്ലല്ലോ. ഇത് ഈശ്വരനെയല്ലേ ഭരിക്കുന്നത്, അല്ലാതെ വേറെ ആരെയല്ലോ. അത് പ്രാരബ്ധം പോലെ ഇരിക്കും. പ്രാരബ്ധം പോലെ ഇങ്ങനെ പട്ടിണി ഇരുന്ന് നശിക്കുക എന്നുള്ളതല്ല. അദ്ദേഹത്തിന് ആഹാരം വേണ്ട. എപ്പോഴാണോ പ്രാരബ്ധം തീരുന്നത് അപ്പോൾ ശരീരം പതിക്കും. ശരീരം പതിക്കുന്നത് വരെ എന്തെങ്കിലും ശരീരം നിലനിൽക്കാനുള്ളത് എങ്ങനെയെങ്കിലും കിട്ടും. ചിന്തിക്കുന്നില്ല, അവരൊരിക്കലും ചിന്തിക്കത്തില്ല. കിട്ടിക്കഴിയുമ്പോൾ അത് കുറച്ച് ഇറക്കുവോ ഇറക്കാതിരിക്കുകയോ അങ്ങനെ. ഈ ഒരു വൈരാഗ്യശത എഴുതിയ ആളുണ്ടല്ലോ, ഭർത്തൃഹരിയുടെ ഒരു പദ്യമുണ്ട്. ആകന്തു മനോരഥോപരിചിത പ്രാസാദ കാപീതല ക്രീഡാകാനന കേലിഷു അതിൻ്റെ ആത്മരീതി. ഇങ്ങനെ വളരെ ആനന്ദത്തിലിങ്ങനെ രമിച്ച് ആത്മരീതിയായിട്ട് ഒന്നും അറിയാതെ ഇങ്ങനെ ഇരിക്കുക. ഈ മനസ്സൊക്കെ അടങ്ങുന്നപ്പോൾ കണ്ണീര് വരും. അപ്പോൾ ഇങ്ങനെ അവർ ഒഴുകുന്ന കണ്ണീര് അവരുടെ മടിയിൽ ചെന്നിരുന്ന് പക്ഷികൾ കുടിക്കുക. ഇങ്ങനെ ആ അപ്പോൾ അതിൽ തന്നെ രമിച്ചിരിക്കുന്ന ആളുകളുടെ, കന്യന്മാരായ ആളുകളുടെ കണ്ണുനീര് ശകുന്താഹ ഇബന്ധി ശകുനാഹ നിശങ്കം അങ്കേശയാഹ. ഒരു ശങ്കയില്ല, അവരുടെ പടി കയറി നിൽക്കുന്നാകും നമ്മളും അങ്ങനെ എന്താണ് അസ്മാകം മനോരഥോപരിചിത പ്രാസാദ വാപീതല ക്രീഡാകാനന കേളിഷു. ക്രീഡാകാനനിൽ അതിലിങ്ങനെ രമിച്ചിരിക്കുകയാണ് അവർ. ഇവർ പക്ഷികൾക്ക് പോലും ഒരു മടിയില്ല, ഒരു പേടിയില്ല. മടി നിശങ്ക അങ്കേശയാഹ എന്ന് പറഞ്ഞത് അവർ കഴിക്കുക. അവരുടെ പ്രാരബ്ധം അങ്ങനെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും അറിയാൻ പറ്റുമോ അല്ല, കുറച്ചുകൂടെ ആ ഒരു മനുഷ്യനായി അംഗീകരിക്കാത്തത്. നമ്മള് ചട്ടമ്പസ്വാമികളടുത്ത് പോയി പിന്നെ അതുപോലുള്ള മൃഗങ്ങളെ വെച്ച് പിന്നെ ആശ്രമപരിസരത്ത് തന്നെ ചെല്ലുമെന്ന് പറയാറുണ്ട്. അവർക്ക് കുറച്ചുകൂടെ അഹിംസാസിദ്ധം. അഹിംസ പൂർണ്ണത വന്ന ആളിൻ്റെ അടുത്ത് ചെല്ലുന്നവരെല്ലാം അഹിംസ. അങ്ങനെയല്ല ദുഷ്യന്തനെ ഇങ്ങനെ നായാട്ട് ചെയ്ത് പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഈ മൃഗങ്ങളെല്ലാം, സിംഹവും മാനും ഇങ്ങനെയുള്ള എല്ലാ പരസ്പര വിരോധികളായ എല്ലാ മൃഗങ്ങളും ശാന്തമായിട്ട് ആ സ്ഥലത്ത് ഇങ്ങനെ കിടക്കുക, ആ ഒരു പരിസരത്ത്. ഇത് കണ്ടപ്പം അദ്ദേഹത്തിന് ഒരു ആശ്രമമുണ്ട്. അങ്ങനെ രാജാവ് ഇതിന് പോയത് ഈ നായറിന് പോയി. അപ്പോൾ ഇത് ദാഹിച്ചു. അപ്പോഴിത് കണ്ടപ്പോൾ ഇതൊരാശ്രമമാണെന്ന് വിചാരിച്ചു. അപ്പോൾ അവർക്ക് അഹിംസാസിദ്ധം. നമ്മളിപ്പോൾ കാണുന്നതിന് മുമ്പേ കൊല്ലുക എന്നുള്ളതിലാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഒരു പാമ്പിനെ കൊല്ലേണ്ടതാണ്. അത് എന്തിനാണല്ലോ ഒരു നമ്മളടുത്ത് നേരെ കൊല്ലും. ഒരു ഉറുമ്പ് വന്നാൽ നമ്മൾ അപ്പോഴേ ഓടിക്കും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അത് വരാൻ മടിക്കും. അതേസമയം അല്ലെങ്കിൽ എങ്ങനെയാലും ഒരു തിന്നാളോ എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചായിരിക്കും അത് വരുന്നത്. മറ്റേതാണ് സ്നേഹമായിട്ട് സ്നേഹിതരെ പോലെ വരും. അതൊരു ഭാഷ എന്ന് പറയുന്നത് വാക്കുകൊണ്ട് മാത്രമല്ല, മാനസികമായിട്ടുണ്ടല്ലോ ഒരു വിനിമയം. ഭദ്രം
ഓം സ്വസ്തി ന ഇന്ദ്രോ ബൃഹസ്പതിഃ സ്വസ്തി ന പൂഷാ വിശ്വവേദാഃ സ്വസ്തി നസ്താക്ഷ്യോ അരിഷ്ടനേമിः സ്വസ്തി നോ ബൃഹസ്പതിഃ. ഓം ശാന്തി ശാന്തി ശാന്തി.